അടുത്ത കൃഷിപ്പാട്ടാണ് ദിവ്യാഞ്ജന. ഈ കൃഷിപ്പാട്ട് ഏത് തരത്തിലുള്ള കൃഷിപ്പാട്ടാണ്? കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ കർഷക സമൂഹം പാടി വരുന്ന ഞാറ്റുപാട്ട്. ഞാറ്റുപാട്ടാണ്. ഞാറ്റുപാട്ടിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഞാറ്റുപാട്ട് പതിഞ്ഞ താളത്തിലുള്ളത്. അതെന്തുകൊണ്ടാണ്? ഞാറ് നടുന്നത് വളരെ പതുക്കെയാണ്, വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഒരേ താളത്തിൽ, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലായി പോകും. വളരെ നൂല് പിടിച്ചതുപോലെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നുമെങ്കിലും വളരെ വിദഗ്ധമായി ചെയ്യുന്ന ഒരു വലിയ ഒരു കലയാണ് ഞാറ് നടൽ. അപ്പോൾ അതിൻ്റെ ഒരു താളം കൃത്യമായും പാലിച്ചുകൊണ്ടുള്ള പാട്ടാണ് എന്നാണോ പറയുന്നത്? ആണോ? ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ അത് കാതോർക്കാൻ ആഗ്രഹിക്കുന്നു, കൺപാർക്കാൻ ആഗ്രഹിക്കുന്നു. ദിവ്യാഞ്ജന, എങ്ങനെയുണ്ട്? സ്വന്തമായ അഭിപ്രായം. മനോഹരമായി പാടി എന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ലാതെ പാടി, മനോഹരമായി പാടി കേട്ടോ. നമുക്ക് വിദ്യാർത്ഥികളോട് ചോദിക്കും. ഉഷാറാണ് ടീച്ചർ. എനർജി ലെവലൊക്കെ ഒന്ന് കുറഞ്ഞു പോയ പോലെ തോന്നി. ഇത്രയും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് പാടാമായിരുന്നു. പിന്നെ മറ്റൊരു ഡ്രോബാക്ക് ഞാൻ പറയാണ്ട് വയ്യ, അതുകൊണ്ട് പറയണേ, ഈ ഇതൊക്കെ ഇവിടെ വെറുതെ എങ്ങനെ കൊണ്ടുപോയി വെച്ചേക്കാണ്.
അത് എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് പാടുകയൊക്കെ ആണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഒന്ന് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ തല വെച്ചിട്ടൊക്കെ പല സ്റ്റെപ്സും ഇല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി അത് ഇഫക്റ്റീവ് ആക്കാമായിരുന്നു. അപ്പം അത് വെറുതെ അവിടെ അങ്ങനെ ആർക്കോ വേണ്ടി വെച്ച പോലെ തോന്നിയത് എനിക്ക്. ദിവ്യാഞ്ജന ആണെങ്കിൽ അത് മൈൻഡേ ചെയ്യണില്ല, വെറുതെ ഇങ്ങനെ നിന്ന് പാടണമെന്നല്ലാണ്ട്. അപ്പം അങ്ങനെ 1-2 പ്രശ്നങ്ങൾ. പിന്നെ ശബ്ദമൊക്കെ എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ പാട്ട്. അപ്പം മോൾക്ക് ഞാൻ 18 മാർക്ക്. ശ്രീ NL ബാലകൃഷ്ണൻ, ഈ കഴിഞ്ഞ റൗണ്ടിൽ ഒക്കെ പെർഫോം ചെയ്തതിൻ്റെ അടുത്തെങ്ങും വന്നില്ല. ഒരു ഊർജം ചോർന്നു പോയതുപോലെ എനിക്ക് തോന്നി. പിന്നെ വായ്ത്താരി നന്നായി ചെയ്തു. പിന്നെ ഈ ഞാറെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ട് അതിനെന്താ ഒരു ഉപയോഗം എന്നുള്ള മനസ്സിലായില്ല. എങ്കിലും നന്നായി പെർഫോം ചെയ്തു. ഞാൻ 18 മാർക്ക് ചെയ്തു. ശ്രീ കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി, നമ്മളെപ്പോഴും ശ്രുതി വളരെ കുറച്ച്, പിച്ച് കുറച്ചാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ ഫുള്ളൊരു എഫക്റ്റ് പുറത്തേക്ക് കാണും. സാധ്യതകൾ കുറഞ്ഞു പോകും. കാരണം ഇങ്ങനെ പിച്ച് കുറച്ച് പാടുമ്പോൾ അതിൻ്റെ ഭംഗി കുറയും. കുറച്ചുകൂടെ പിച്ചൊക്കെ കൂട്ടി നല്ല ഉഷാറായിട്ട് പാടണം. ഇതിപ്പോൾ ഉദ്ദേശിക്കുന്ന ആ പാട്ടിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും അടുത്തതിൽ നേരെയാക്കാൻ വേണ്ടിയിട്ട് 18 മാർക്ക്. 18 മാർക്ക്. കെ രാംദാസ്, ഞാറ് നടുമ്പോൾ ആൾക്കാർക്ക് അത്ര പതിഞ്ഞൊന്നുമല്ല ഞങ്ങളുടെ കുട്ടനാട്ടിലെങ്ങും ഞാറ് നടുന്നത്. അപ്പോൾ അതിനൊരു സ്പീഡുണ്ട്. അതിലും പതിഞ്ഞ സ്പീഡിൽ പോകുമ്പം ഉടമസ്ഥൻ പിച്ച കണ്ടു പോകും. അപ്പോൾ അതെന്തായിക്കോട്ടെ, മോള് പാടിയ പാട്ട് നന്നായിരുന്നു. പിന്നെ വളരെ ഊർജം വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ 17.5 മാർക്ക് തരുന്നു. 17. ശ്രീ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖർ, ദിവ്യ, ഈ പാട്ട് കുറച്ചുകൂടി ശക്തിയിൽ വേണം പാടായിരുന്നു. പാട്ടിൻ്റെ താളം എന്ന് പറയുന്നത് ഒരു പതിഞ്ഞ താളം തന്നെ ആണ് ശരിക്കും. പക്ഷേ അതിൻ്റെ ശബ്ദം ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദമായതുകൊണ്ട് പാടത്തുനിന്ന് പാടുന്ന ആളുകൾ നമ്മളൊക്കെ കേൾക്കുന്ന രീതിയിലാണ് പാടാറ്. അപ്പോൾ ഭയങ്കര വയറാണ് നമുക്ക് പാടുമ്പോൾ വേദനിക്കേണ്ടത്. ഇത്തരം പാട്ടുകൾ പാടുമ്പോൾ മോളിൽ നിന്ന് അത് ഉണ്ടായില്ല. എന്നാലും ഇവിടെ കുറേയൊക്കെ നന്നായി പാടി. 17.5 നടക്കണം. 17.5 മാർക്ക്. ദിവ്യാഞ്ജനയ്ക്ക് 89 മാർക്ക് കിട്ടിയിരിക്കുന്നു. അന്യഭാഷ സിനിമ